സമർപ്പിക്കുന്നു. കർത്താവിന്റെ ആരാധനയുടെ ആദിവസാനം അവിടെ ദൈവമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിയുടെ നാമത്തിൽ യാചിക്കുന്നു. കുട്ടികളോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമസഭയ്ക്ക് മന്ദിരമായ ക്രിസ്തീയതയിൽ 456 Amen.
നിൽക്കവേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നും രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ വിശുദ്ധാന്തയുഗമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ വിശുദ്ധാത്മാവിന്റെ വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്ത് ഇസ്രായേലിനെ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായി താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയ സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികളിൽ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറവിൻ.
നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരുടെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവയേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു യേശുപ്പാൽ ലോകത്ത് വന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരൻ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാർണികൾ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് ആളുകൾ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ: ഒരു കർത്താവ്, ഒരു സ്നാനവും. പുതുജീവന്റെ ദൈവമേ, വിശുദ്ധിയിലും നീതിയിലും സമാധാനത്തിലും സമത്വത്തിലും ഞങ്ങളെ പുനഃസൃഷ്ടിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവല്ലോ. സ്നാവനമെന്ന കുദാശയിലൂടെ ഞങ്ങളെ സ്പർശിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൽ സ്നാനപ്പെട്ടവരായ ഞങ്ങൾ പുതിയ അതാമായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം പുതുക്കം ധരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ സഹായിക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം, ഫസ്റ്റ് ലെസൺ. The first lesson for today is taken from the book of Numbers, chapter 11, verses ranging from 23 to 30. Numbers, chapter 11, verses ranging from 23 to 30. Is there a limit to my power? The Lord answered. You will soon see whether what I have said will happen or not. So Moses went up and told the people what the Lord had said. He assembled 70 of the leaders and placed them around the tent. Then the Lord came down in the cloud and spoke to him. He took some of the Spirit he had given to Moses and gave it to the 70 leaders. When the Spirit came on them, they began to shout like prophets, but not for long. 2 of the 70 leaders, Eldad and Medad, had stayed in the camp and had not gone out in the camp. There in the camp, the Spirit came on them, and they too began to shout like prophets. A young man ran out to tell Moses what Eldad and Medad were doing. Then Joshua, son of Nun, who had been Moses' helper since he was a young man, spoke up and said to Moses, "Stop him, sir." Moses answered, "Are you concerned about my interest? I wish that the Lord would give the Spirit to all his people and make them all shout like prophets." Then Moses and the 70 leaders of Israel went back to the camp. Thanks be to God. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 23 സങ്കീർത്തനം, Psalms 23.
സ്ഥലത്തെ വിശേഷിക്കുന്ന സങ്കീർത്തനം 23 Psalm 23. യഹോവ എങ്ങനെയാവുന്നു എനിക്ക് ഒന്നും കാണുകയില്ല. എന്റെ പ്രാണികളെ അവൻ കൽപ്പിക്കുന്നു, പിതാവിനോടും എന്നെ നീതിമാനായി കാണുന്നു. എന്റെ ശത്രുക്കൾക്കാണ് നീ എഴുതിയിരിക്കുന്നു. എന്റെ തലയെ എണ്ണോട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിലത്ത് കവിയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. Today's second chapter is taken from 1 Corinthians chapter 10, verses 1 to 5. I want you to remember, my brothers, what happened to our ancestors who followed Moses. They were all under the protection of the Lord, and all passed safely through the Red Sea. In the clouds and in the sea, they were all baptized as followers of Moses. All ate the same spiritual bread and drank the same spiritual drink. They drank from the spiritual rock that fed them, and their rock was Christ himself. But even then God was not pleased with the most of them, so their dead bodies were scattered over the desert. Here ends the second chapter. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ ചാപ്റ്റർ 10 വേഴ്സസ് 7 to 18. യേശു പിന്നെ അവരോട് പറഞ്ഞത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുള്ള വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പ് കള്ളന്മാരും കുറച്ചക്കാരും അത്രേ. ആടുള്ളവരോട് വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനോ അർപ്പാനോ അല്ലാതെ മുടിപ്പാനോ അല്ലാതെ കള്ളം വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാതെ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആളുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവരെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനും അല്ലോ. ഞാൻ നല്ല ഇടയൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്ന പോലെ ഞാൻ എനിക്കുള്ളവ അറിയുകയും എനിക്കുള്ളവ എന്നെയും അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകുട്ടവും ഒരിടയനുമാകും. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതെന്ന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 314, ഹിൻ നമ്പർ 314.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിലധികമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും ആത്മാവിൽ സത്യത്തിൽ അങ്ങ് ആരാധിപ്പാനും ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ കടന്നു വന്ന എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലായിരിക്കുന്ന പ്രിയ മക്കളെ അവിടെ ശക്തിയിരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളാൽ തന്നെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടെ നിന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും വലിയവനായ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിച്ച വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ കോവിഡ് കാലഘട്ടത്തിൽ പരിമിതമായ സാഹചര്യത്തിൽ ദേവാലയത്തിൽ കടന്നു വന്ന ഏവരെയും ഞാൻ അഭിനന്ദിക്കുന്നു, അതോടൊപ്പം സ്വാഗതം ചെയ്യുകയാണ്. ഭവനത്തിലായിരിക്കുന്ന പ്രിയ മക്കളെയും ധാരാളമായിട്ട് നന്മകളാൽ ധന്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഓരോ ദിവസവും പിന്നിടുമ്പോഴും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടാമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നൽകിയ മുഖാന്തരം ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ ആരാധിപ്പാനും നമുക്ക് സാധ്യമായി തീരണം. പ്രാർത്ഥനയോടുകൂടെ നാം ദൈവാലയത്തിലേക്ക് കടന്നു വരികയും ലഭിക്കുന്ന സമയമൊക്കെയും ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനുള്ളതായ ചിന്താവിഷയം വൺ ലോർഡ് വൺ ബാപ്റ്റിസം, ഒരു കർത്താവും ഒരു സ്നാനവും എന്നുള്ളതാണ്. ഇന്ന് വായിച്ചതായ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ക്രൈസ്തവ സഭ പിന്തുടരുന്ന കൂദാശിയാണ് വിശുദ്ധ സ്നാനം. ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ പരിഭാഷ ജലത്തിൽ മുക്കുക, ജലത്തിൽ മുങ്ങുക, ജലം കൊണ്ട് കഴുകുക എന്നൊക്കെയാണ്. ബാപ്റ്റിസ്മോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ തർജ്ജിമയാണ് സ്നാനം. യഹൂദന്മാരുടെ ഇടയിൽ ആചാരപരമായ ശുദ്ധീകരണം അഥവാ കഴുകൽ നിലനിന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. സ്നാനം എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്. ക്രിസ്തുമതം സ്നാനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. വിശുദ്ധ വേദോസം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 3 സ്നാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. 1 വെള്ളത്താലുള്ള സ്നാനം, 2 പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം, 3 അഗ്നിയാലുള്ളതായ സ്നാനം. വെള്ളത്താലുള്ള സ്നാനവും പരിശുദ്ധാത്മാവിനുള്ള സ്നാനം നമുക്കറിയാം. അഗ്നിയാലുള്ളതായ സ്നാനം എന്ന് പറഞ്ഞത് അത് ന്യായവിധിയാണ്. എന്നാൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ പാലസ്തീനിലും പരിസര പ്രദേശങ്ങളിലും വിവിധ മതസമൂഹങ്ങൾ സ്നാനമെന്ന കർമ്മത്തെ വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്നു. സ്നാനത്തെക്കുറിച്ച് വേദോത്സവ അടിസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ സ്നാനം എന്ന് പറയുന്നത് ശിശുസ്നാനമാണ്. മറ്റുള്ള സഭകളൊക്കെ ഒരുപക്ഷെ ശിശുസ്നാനത്തെ അംഗീകരിക്കുന്നില്ല. എന്നാൽ നമ്മുടെ പഠിപ്പിക്കൽ അനുസരിച്ചുകൊണ്ട് ശിശുസ്നാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്കറിയാം, യേശുവിൻ്റെ അടുക്കൽ വന്ന ശിശുക്കളെ യേശു മാറോട് ചേർത്ത് അണച്ചു. പ്രത്യേകിച്ച് നമ്മുടെ പഠിപ്പിക്കൽ അനുസരിച്ചുകൊണ്ട് ശിശുസ്നാനത്തിന് എന്തുകൊണ്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം. 1 പത്രോസ് 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം തുടർന്ന് 8 പേർ പെട്ടകത്തിൽ കടന്നു, രക്ഷപ്പെട്ടതും സ്നാനത്തിലും മുൻ അടയാളമെന്ന് വിശുദ്ധ പത്രോസ് പറയുകയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ കടന്ന് മോശയോട് ചേർന്ന് സമുദ്ര സ്നാനം എന്ന് പൗലോസും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ വേദശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നതായ സമയത്ത് ചെങ്കടലിലെ ജലം 2 സൈഡിലും അവിടെ ചെറിയായി പൊങ്ങി നിന്നതായ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ രക്ഷ പ്രാപിച്ചത് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, എങ്കിൽ തീർച്ചയായും കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ള പഠിപ്പിക്കലാണ് ഒന്ന്. ഇത് തന്നെയാണ് നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ പെട്ടകത്തിൽ പ്രവേശിച്ചവരാണ് രക്ഷ പ്രാപിച്ചത്. കാരണം പെട്ടകത്തിന് പുറത്തപ്പടി വെള്ളമാണ്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ശിശുസ്നാനത്തെ നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയെ സംബന്ധിച്ച് സ്നാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഈ ശിശു സ്നാനത്തിന് മുമ്പ് തന്നെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടെ ഭാവമായിട്ട് പ്രസവ സ്തോത്ര ശുശ്രൂഷ നമ്മൾ നടത്താറുണ്ട്. കാരണം വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം അവരെ അനുഗ്രഹിച്ച് സന്താന പുഷ്ടിയുള്ളവരാക്കി തീർക്കുന്നു. ദൈവം അവർക്ക് മക്കളെ ദാനമായി നൽകുമ്പോൾ മകനായിക്കോട്ടെ മകളായിക്കോട്ടെ ദൈവസന്നിധിയിലേക്ക് അവർ കടന്നു വരുന്നത്. വിശുദ്ധ വേദോസം പറയുന്നുണ്ട്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. അങ്ങനെ സ്തോത്ര ശുശ്രൂഷ ശേഷമാണ് നമ്മൾ സ്നാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. കുഞ്ഞിന് അറിവില്ലാത്തതായ പ്രായത്തിൽ കുഞ്ഞിന് വേണ്ടി ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരുമാണ്. പക്ഷെ നമ്മുടെ സ്നാനം അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൈതലിന് പ്രായമെത്തി ഒരു ടീനേജ് ആകുമ്പോൾ അവൻ കാറ്റഗിസൊക്കെ പഠിച്ച് അവനിൽ നിന്ന് ബിഷപ്പ് തിരുമനസിനാൽ കയ്യൊപ്പ് സ്വീകരിക്കുന്നതായ കമ്മ്യൂണിസ്റ്റ് ശുശ്രൂഷയിലാണെന്നാണ് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ആരും വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അവനെ ബിഷപ്പ് തിരുമനസിനാൽ കയ്യൊപ്പ് സ്വീകരിക്കുമ്പോൾ അവിടെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുടെ ഉണ്ട്. അപ്പോൾ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ കൃപ അധികമായി ഇവളിൽ അല്ലെങ്കിൽ ഇവനിൽ പെരുകട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ശൈശവം, ബാല്യം, കൗമാരം, ഈ ഒരു കാലഘട്ടം ഒരു പൈതലിനെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതായ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ സ്നാന ശുശ്രൂഷയെ അങ്ങനെ കുറച്ച് കാണേണ്ടതായ ആവശ്യമില്ല. വളരെ ഗൗരവത്തോട് അതിനെ കാണണമെന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്നാൽ ആർക്കാണ് സ്നാനമെന്ന് വിശുദ്ധ വേദോസം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം. നമ്മളെ സംബന്ധിച്ച് ഈ കുഞ്ഞിന് വിശ്വാസം ഏറ്റുപറയാൻ സാധിക്കാത്തത് കൊണ്ട് കുഞ്ഞിന് വേണ്ടി വിശ്വാസം ഏറ്റുപറയുന്നത് മാതാക്കന്മാരുമാണ്. രണ്ടാമത് മാനസാന്തരപ്പെട്ടവർക്കാണ് സ്നാനം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ എന്നെ അറിഞ്ഞ ദൈവം, പാവത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് പറയുന്നത്.
അപ്പോൾ ശിശുക്കൾക്ക് പാവമുണ്ടോ എന്ന് ചോദിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ്. അവർ നിഷ്കളങ്കരാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞനുസരിച്ചുകൊണ്ട് നാം ഒരു കുഞ്ഞിനെ ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായി സ്നാനം നൽകുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടി, ആ കുഞ്ഞിൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം ദൈവിക സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ കൃപ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വളരെ പ്രാധാന്യത്തോട് പ്രാർത്ഥനയോട് ദൈവം ഭാഗെ കടന്നു വരുന്നത്. മറ്റൊന്ന്, ഭാവസംബന്ധമായി മരിച്ചവർക്കാണ് സ്നാനം. അതുകൊണ്ട് തന്നെ എന്തിനാണ് സ്നാനം സ്ഥാപിക്കപ്പെട്ടത്, അല്ലെങ്കിൽ സ്ഥാപിതമായത്? വൈ വാസ് ബാപ്റ്റിസം എസ്റ്റാബ്ലിഷ്ഡ് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ വിശുദ്ധ വേദോത്സവം വളരെ കൃത്യമായി നമ്മോട് പറയുന്ന ചിന്തയുണ്ട്. ക്രിസ്തുവിനോട് ചേരുന്നതാണ് സ്നാനം. ബാപ്റ്റിസം ഈസ് ദ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് ചേരണം. റോമലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവർ എന്ന് പറയുന്നുണ്ട്. ഈ സ്നാന ശുശ്രൂഷയിലൂടെ നാം യേശു ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചിന്ത, ക്രിസ്തുവിനെ ധരിക്കുന്നതാണ് സ്നാനം. ബാപ്റ്റിസം ഈസ് ദ വെയറിംഗ് ഓഫ് ക്രൈസ്റ്റ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ സ്നാനം ഏറ്റവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കണം. ക്രിസ്തുവിന്റെ ഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിൽ പങ്കാളികളാകുന്നതാണ് സ്നാനം. ബാപ്റ്റിസം ഇൻവോൾവ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ചിന്തയാണ്. റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളിൽ പങ്കാളികളാകുവാൻ സാധിക്കണം. ഇതാണ് സ്നാനത്തെക്കുറിച്ചുള്ളതായ ചിന്ത നമ്മെ വേദോസ്ത അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് സ്നാനത്തിന്റെ പ്രാധാന്യം എന്നുള്ളത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബാപ്റ്റിസം? സ്നാനം ദൈവത്തിന്റെ ആലോചനയാണ്. ബാപ്റ്റിസം ഈസ് ഗോഡ്സ് കൗൺസിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം അവിടെ വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ, എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവന് സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം നൽകുക എന്നുള്ളത്. നമുക്കറിയാം, പലരും ക്രൈസ്തവ പാരമ്പര്യത്തിൽ സ്നാനം നൽകേണ്ടതായ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കുകയില്ല. അപ്പോൾ സ്നാനത്തിന് അതിൻ്റെ വളരെ പ്രാധാന്യമുണ്ട്. വേദോസ് നമ്മോട് പറയുകയാണ്, ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം നൽകുക അല്ലെങ്കിൽ സ്നാനം സ്വീകരിക്കുക എന്നുള്ളത്. എന്നാൽ ഇവിടെ പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഈ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു എന്നാണ് ലൂക്കോസ് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, സ്നാനം യേശുവിന്റെ കൽപ്പനയാണ്. ബാപ്റ്റിസം ഈസ് എ കമാൻഡ് ഓഫ് ജീസസ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, അനന്തരം യേശു യോർദാനിൽ സ്നാനമേൽക്കുവാൻ വന്നു. യോഹന്നാനോ അവനെ വിലക്കി. എന്നാൽ യേശു പറയാണ്, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. യഹൂദ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിന് സ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, നിന്നാൽ സ്നാനമേൽക്കുന്നത് എനിക്ക് ആവശ്യമെന്നത്. അതുകൊണ്ട് സ്നാനം യേശുവിൻ്റെ കൽപ്പനയാണ്. മറ്റൊരു ചിന്ത, സ്നാനം കർത്താവിൻ്റെ മാതൃകയാണ്. ബാപ്റ്റിസം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ലോർഡ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യം നമുക്കറിയാം. കർത്താവ് വലിയൊരു മാതൃക നമുക്ക് നൽകിയിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് പറഞ്ഞത്. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. നമ്മളെല്ലാ ആശീർവാദത്തിലും പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നുണ്ട്. സ്നാനം കഴിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, സ്നാനം നല്ല മനസ്സാക്ഷിയുടെ തെളിവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാപ്റ്റിസം ഇസ് എവിഡൻസ് ഓഫ് എ ഗുഡ് കോൺഷ്യൻസ്. നല്ല മനസ്സാക്ഷിയുടെ തെളിവ്. 1 പത്രോസ് 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ, അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല,
ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷ എത്രേ. പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വെള്ളം തളിച്ചാൽ അല്ലെങ്കിൽ അഴുക്ക് മാത്രമേ പോവുകയുള്ളൂ. ഇവിടെ ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷ എത്രേ. ജോൺ ക്രിസോസ്റ്റം എന്ന ചിന്തകൻ പറയുന്നത്, യഹൂദന്മാരുടെ സ്നാനം വെറും കഴുകൽ മാത്രമായിരുന്നു. എന്നാൽ ക്രിസ്തീയ സ്നാനം പാപത്തിനുള്ള ശുദ്ധീകരണവും പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന മുഖാന്തരവുമാണ്. ഒന്ന് ശുദ്ധീകരണം, മറ്റൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ അനവരതമായ കൃപയാണ് നാം ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് സ്നാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്രൈസ്തവ വിശ്വാസം സ്നാനം ഉയർത്തുന്ന ആത്മാവിൽ നടക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ്, പ്രോസസ്സായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം നമുക്ക് ചിന്തിക്കുമ്പോൾ സ്നാനത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. സ്നാനത്തിലൂടെ പാപത്തിൽ മരിക്കുകയും ക്രിസ്തു ഉയർക്കുകയും ചെയ്യുന്നു. അതായത് പുതുജനനം പ്രാപിക്കുന്നു. ന്യൂ ബോൺ എന്നുള്ള ചിന്തയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്നാനത്തിലൂടെ ഏകസഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നാം ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ചുകൊണ്ട് സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തി സഭയുടെ അംഗമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പം വളരെ പ്രാധാന്യം ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സഭവിശ്വാസികളായി നിങ്ങൾ തയ്യാറാകണം. 16-ാം നൂറ്റാണ്ടിൽ നവീകരണ നേതാക്കൾ സ്നാനത്തെയും തിരുവത്താഴത്തെയും മാത്രം കൂദാശകളായി കണ്ടു. അതിന് 3 കാരണങ്ങളാണ് അവർ പറയുന്നത്. നമ്മുടെ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ചുകൊണ്ട് 2 കൂദാശകളാണ്, ഒന്ന് സ്നാനവും മറ്റൊന്ന് തിരുവത്താഴവും. അപ്പോൾ നവീകരണ വക്താക്കൾ പറയാൻ കാരണം, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത്? ഒന്ന്, ക്രിസ്തു ഇതിനെ സ്ഥാപിച്ചു, സ്നാനവും തിരുവത്താഴവും. രണ്ടാമതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ അനുഗാമികൾ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഇതനുസരിക്കുവാൻ അവിടുന്ന് കൽപ്പിച്ചു എന്ന് അവർ വിശ്വസിച്ചു, ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ചിന്ത, ദൈവിക പ്രവൃത്തിയുടെ ദൃശ്യമായ അടയാളമാണ് ഇത് വിശ്വസിക്കപ്പെട്ടു, സ്നാനം തിരുവത്താഴം. അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തീയ സഭയെ സംബന്ധിച്ച് ബാപ്റ്റിസം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ്. ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മാതൃകയാണ് സ്നാനം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ ഈ സ്നാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവ് ദൈവത്തിനും സകല ബഹുമാനമൊത്തും കാലാവസ്ഥനും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നിക്കിയ വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സകലദേശനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനാവത്തനായ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകപിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ ഏകത്വമുള്ളവൻ. അവൻ അസലുണ്ടായി അവൻ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി പരിശുദ്ധാത്മാവിനെ കന്യകയിൽ വെച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാസിൽ നിന്ന് കഷ്ടപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, നഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവനന്തപുരം സ്വീകരണത്തിന് അയച്ചു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ചുള്ളരെയും മനുഷ്യരെയും മൊത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നതിനും പിതാവിന് പുറപ്പെടുന്നതിനും പിതാവിന് പുത്രനിക്കൊണ്ട് മഹത്വപ്പെടുന്നതിനും പ്രായച്ചിലും പറച്ചിലുമായി വിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ വിശുദ്ധനെ വിശ്വസിക്കുന്നു. പാപത്തിലെ ക്രിസ്തുവിനെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. നോട്ടീസായി ചില കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. മധ്യകേരള മഹായിടവയുടെ 13ാമത്തെ നിയുക്ത ബിഷപ്പായി റവൻ സൗഖ്യ ചെറിയാൻ അച്ഛൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അച്ഛനെ സംബന്ധിച്ച് മലയിൽ കുടുംബാംഗമാണ്.
പുന്നക്കാട് സഭാംഗമാണ്. ഹൈദരാബാദ് CSC മലയാള സഭയുടെ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ റിട്ടയർഡിന് അച്ഛനോട് വന്നിട്ടുണ്ട്. നമ്മുടെ പല കാര്യങ്ങൾക്കും അച്ഛൻ്റെ ആലോചന ഏറ്റവും അനുഗ്രഹമായിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് പ്രത്യേകമായ ആവശ്യത്തിന് അച്ഛൻ ഹൈദരാബാദിലേക്ക് കടന്നു വരികയും കുറച്ച് നിമിഷങ്ങളിൽ വാസ്തവിക ചെലവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തുടർന്ന് കോൺസിക്രേഷൻ തിങ്കളാഴ്ച 8 മണിക്ക് ആരംഭിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. മധ്യകേരള മഹായിടയെ സംബന്ധിച്ച് നമുക്കറിയാം, മധ്യകേരള മഹായിടയുടെ ഭാഗമായിട്ടാണ് നാം ഈ ഹൈദരാബാദ് ദേശത്ത് ആയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മഹായിടം ലഭിച്ച എല്ലാ അനുഗ്രഹമേറിയ നിമിഷങ്ങൾക്കുമായി നമുക്ക് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. തോമസ് കെ തിരുമേനിയുടെ പിൻഗാമിയായിട്ടാണ് സൗഖ്യ ചെറിയാച്ചൻ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിയുക്ത ബിഷപ്പിൻ്റെ സ്ഥാനാരോഹണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ധാരാളമായിട്ടുള്ള നന്മകൾ ധന്യമാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. നെക്സ്റ്റ് സൺഡേ നമ്മുടെ വർഷിപ്പ് 9 AM ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ശുശ്രൂഷ നടത്തപ്പെടുന്നത്. നമ്മുടെ സഭയ്ക്ക് നൽകേണ്ട വരുമാനങ്ങൾ ഞാൻ എല്ലാ ഞായറാഴ്ചയും പറയാറുണ്ട്, നൽകി സഹകരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഓഫർ ടീ, ടൈത്ത്, സ്പെഷ്യൽ താങ്ക്സ്, ബർത്ത്ഡേസ് ആൻഡ് വെഡിങ് ആനിവേഴ്സറീസ് വളരെ കൃത്യതയോട് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സാമ്പത്തികമായ ആവശ്യങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഭ ആത്മീയമായും ഭൗതികമായും വളർച്ച പ്രാപിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ നാളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഞാൻ ദേവാലയത്തിൽ കടന്നു വരുന്നില്ല എന്ന് ഓർത്ത് ഇതിലൊന്നും സഹകരിക്കാതിരിക്കരുത്. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ എനിക്ക് പറയാനുള്ളത്, കാലാകാലങ്ങളിൽ നമ്മുടെ സഭയുടെ വളർച്ച നമ്മിൽ ആശ്രയിച്ചാണ് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. വുമൻസ് ഫെലോഷിപ്പിന് ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കുന്നതാണ്. രാജൻ ജോൺ അങ്കിളും ഫാമിലിയും 2 കുപ്പി വൈനും ആവശ്യമായിട്ടുള്ള വിശുദ്ധ അപ്പവും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഫാമിലി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അന്നമ്മൻ ജോൺ ആൻഡ് ഫാമിലി, നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ആൻറ്റിയോട് പറഞ്ഞ് ആവശ്യമായ ഗ്ലൗസ്, കോട്ടനൊക്കെ തന്നിട്ടുണ്ട്. ആൻറ്റിയോടും കുടുംബത്തിലുള്ള നന്ദി സ്നേഹം അറിയിക്കുക. അപ്പോൾ ചെറിയ കാര്യങ്ങളാണ് പോലും നമ്മുടെ സഭവിശ്വാസികളുടെ സഹകരണം ഏറ്റവും അനുഗ്രഹമാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ മാസം തൊട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. എല്ലാ സഭകളിലും ഓൺലൈനായിട്ട് ഹാർവസ്റ്റ് ഫെസ്റ്റിവലൊക്കെ നടന്നു. പക്ഷെ നമ്മുടെ സഭയെ സംബന്ധിച്ച് നമുക്ക് സ്വന്തമായിട്ട് ഒരു വൈഫൈ കണക്ഷൻ ഇല്ലാത്തൊരു വളരെ ബുദ്ധിമുട്ടാണ്. ഈ നാളുകളിൽ നമ്മൾ ഓൺലൈൻ ചെയ്യുന്നത് സ്നേഹമുള്ള കോശിയുടെ നെറ്റ് ഉപയോഗിച്ചാണ്, ഫോൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കണക്ഷനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ ഇതിന് പിന്നിലുണ്ട്. കാരണം ഈ ചാപ്പൽ അതിൻ്റെ അഡ്രസ്സ് വ്യത്യസ്തമായ സാഹചര്യത്തിലായതുകൊണ്ട് ഏതൊരു ID പ്രൂഫ് കൊടുക്കണം. എന്നാൽ സ്നേഹമുള്ള റിജിത്ത് അതിനോട് വളരെയധികം ഉത്സാഹിച്ചു. റിജിത്തിനോടൊപ്പം തന്നെ ലെനറ്റ് പല പ്രാവശ്യം ഈ കോളേജുമായി ബന്ധപ്പെട്ടെന്ന് എനിക്കറിയാം. ദൈവകൃപയാൽ നമുക്ക് ആക്ടിൻ്റെ കണക്ഷൻ ലഭിച്ചു. അതുകൊണ്ട് റിജിത്തിൻ്റെ ഈ ബുദ്ധിമുട്ട് എന്നൊരു ക്ലാപ്പ് കൊടുത്താട്ടെ, കാരണം ഒത്തുകൊടുക്കേണ്ടത് 2-3 ആഴ്ചയോളം എടുത്തത് എനിക്കറിയാം. പല സമയത്ത് റിജിത്തിന് ജോലി പോകേണ്ട സമയത്ത് ലെനറ്റാണ് വന്ന് ക്രമീകരിച്ചത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദൈവിഷ്ടമായ നമ്മുടെ ആദ്യത്തെ പെരുന്നാൾ ഫെബ്രുവരി മാസം 7-ാം തീയതി നടത്തുവാൻ ആഗ്രഹിക്കുക. അന്നേ ദിവസം സ്തോത്രത്തോടെ നിങ്ങളുടെ ആദ്യവല കവറുകൾ സമർപ്പിക്കണം എന്ന് അപേക്ഷിക്കുക. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മൾ ഒരു ദിവസത്തെ വരുമാനം സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. അതുപോലെ ലേലത്തിനായിട്ട് ഒരു വീട്ടിൽ നിന്ന് കുറഞ്ഞത് 3 സാധനങ്ങളെങ്കിലും കൊണ്ടുവരണം.
എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. മറ്റൊന്നല്ല, ഇതിൽ ലഭിക്കുന്ന വരുമാനം നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഭാഗമായി ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സർവേ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. പക്ഷെ അതിന് ക്രിയാത്മകമായി പ്രതികരിച്ചത് കുറച്ചുപേർ മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഭാജനങ്ങൾ ആ ലിങ്ക് സബ്മിറ്റ് ചെയ്യാത്തവർ ഈ 19-ാം തീയതി അല്ലെങ്കിൽ ട്യൂസ്ഡേക്ക് മുമ്പായി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ അത് സൗകര്യമാണ്. കാരണം ഈ സർവേയിൽ കൂടെ അന്നേ ദിവസം നേരിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചും ഓൺലൈൻ വഴി പങ്കെടുക്കുന്നതിനെക്കുറിച്ചുമുള്ള ഒരു ഐഡിയ മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ആർക്കെങ്കിലും അവരുടെ കുടുംബത്തിൻ്റെ നിന്ന് നേരിട്ട് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ ഏരിയ റിപ്രസെന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഏരിയ പ്രതിനിധികളെ നിങ്ങൾക്ക് ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അവിടെ ഈ സർവേ റിസൾട്ട് അതിനെ സഹായിക്കുന്ന രീതിയിലാണ് സ്നേഹ റിജിത്ത് ഫോം ചെയ്തിരിക്കുന്നത്. സ്നേഹ കോശി അതിനുവേണ്ടി വളരെ ഉത്സാഹിക്കുന്നുണ്ട്. അവിടെ ആർക്കെങ്കിലും നേരിട്ട് പഴയ സാധനം എത്തിക്കാനുള്ളതായി പരിമിതി ഉണ്ടെങ്കിൽ ഏരിയ പ്രതിനിധീകരിക്കുന്ന ആളെ ആ വ്യക്തിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെയും ചെയ്യാവുന്നതാണ്, പ്ലാൻ ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഒരു പക്ഷേ പള്ളിയിലേക്ക് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഏരിയയിൽ നിങ്ങളൊരാളെ കോർഡിനേറ്റ് ചെയ്യാൻ നമ്മൾ ക്രമീകരണം ചെയ്യുന്നുണ്ട്. അദ്ദേഹമായിട്ട് സാധനങ്ങൾ കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യാനുള്ള ക്രമീകരണമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ജനുവരി 19-ാം തീയതി ട്യൂസ്ഡേക്ക് മുമ്പായിട്ട് ഈ ലിങ്ക് ഒന്ന് സബ്മിറ്റ് ചെയ്യണം. ഇതുവരെ സബ്മിറ്റ് ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാം. മറ്റൊന്നല്ല, നമ്മളൊരു പുതിയ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനും അതിനനുസൃതമായി കാര്യം ക്രമീകരിക്കാനും സാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളായിരിക്കും സഭയെ നയിക്കേണ്ടവർ. അപ്പം നമ്മൾ അവർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കണം അല്ലേ? നമ്മളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണം അല്ലേ? എന്നാൽ പറഞ്ഞാൽ തോന്നുന്നല്ലേ, എൻ്റെ ഇവിടുത്തെ സീറോമലയുടെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒരു പള്ളിയിൽ പയ്യനോട് വന്നപ്പം അവരെ സംബന്ധിച്ച് കത്തോലിക്കരെ സംബന്ധിച്ച് അറിയില്ല, ആരെ കണ്ടാൽ ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോഴെപ്പോഴും സ്തുതി ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഒരു പയ്യനോട് ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ഛൻ ചോദിച്ചു, മോനെ നീ എന്താണ് ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കുമ്പോൾ ഇപ്പം തിരിച്ചു പറയാത്? കാറയൊന്നും പപ്പായും മമ്മി പറഞ്ഞു അയാൾക്ക് സ്തുതി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. കാറയിൽ നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞു പപ്പായും മമ്മി എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നല്ല മാതൃകളാണ് നമ്മുടെ കുഞ്ഞുങ്ങളും വരും തലമുറയും കണ്ടെത്തുന്നത്, പിന്തുടരുന്നത്. അതുകൊണ്ട് നമ്മളൊരു പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ നല്ലൊരു സ്വീകരിക്കാനുള്ളതായ ഒരു പ്രവണത ഉണ്ടാണ്. ആർക്കും നേരിട്ട് പഴയ സ്ഥാനം എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അറിയിക്കുക, അതിനുള്ള ക്രമീകരണം ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും ഈ ലിങ്ക് ഒന്ന് സബ്മിറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിച്ചാണ് നമ്മൾ ഹാർവസ്റ്റ് ഫെസ്റ്റ് നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഫാമിലിനും ഒരു മെമ്പറെങ്കിലും പള്ളിയിൽ വന്ന് നേരത്തെ പങ്കെടുക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരും. ഇപ്പം ജെറിയാൻഡി ജോസാണ് ഞാൻ പറയാണ്, ഞാൻ സഹായിക്കണം, 7-ാം തീയതി അവസാനമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാർ ഇപ്പോൾ ഉണ്ട് ഒരു കുടുംബമായിട്ടാണ് ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്നത്. നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ സാധിക്കും. നമ്മൾ മറ്റു സാഹചര്യങ്ങളിലൊക്കെ പോകുന്നവരുണ്ട് അല്ലേ? നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകത്തില്ലേ? അതുകൊണ്ട് ഞാൻ വഴക്ക് പറയുന്നില്ല, സ്നേഹത്തോട് പറയുകയാണ്. ഒരു മെമ്പറെങ്കിലും ഈ ഹാർവസ്റ്റിൽ സംബന്ധിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായി തീരും. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രാർത്ഥനയും നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുക. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ പറയാനേ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ രണ്ട് ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നു. ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് ചെറിയാൻഡി ജോസ് സാറ്, സാറിനെ ഞാൻ അങ്ങനെ പൊഴുത്തി പറയുന്നതല്ല, ഏതാണ്ട് 86 ലക്ഷം രൂപ അല്ലേ പ്രോമിസ് വന്നിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ സഭ വിട്ട് പോകുന്ന വ്യക്തി ഞാൻ വലിയൊരു ഉപകരണം മാത്രമേ ഉള്ളൂ. ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സ്നേഹമുള്ള നീന സാഹിബാട് ഈ നാളുകളിൽ തങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നല്ലൊരു ഫണ്ടാണ് കളക്ട് ചെയ്ത് തരുന്നത്. അത് എൻ്റെ ആവശ്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും.
ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് നമ്മൾ വാശി പിടിക്കുകയും, അതുകൊണ്ട് ഞാൻ പറയുന്നത് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ സഭയുടെ നിരവധി ആവശ്യങ്ങളുടെ മധ്യേ നമ്മൾ ആയിരിക്കുന്നത്. ഞാൻ ഒരു എന്തെങ്കിലും പ്രോമിസ് ചെയ്യണമെന്ന് പറയും, ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്, ഓൾഡ് ഏജ് ഹോമിന് കൊടുക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിസന്ധികളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ ഈ ദേവാലയത്തിൽ വന്ന് നമ്മൾ കണ്ണീരൊരുക്കിയത്, ഈ ചാപ്പിൽ വന്ന കണ്ണീരൊരുക്കിയത്, പ്രിയമുള്ളവരെ ഞാൻ പേര് പറഞ്ഞില്ല, നമ്മുടെ പല പ്രിയപ്പെട്ടവരും രോഗാക്ഷീണ അവസ്ഥയിലാണ്, ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ. അച്ഛൻ നിലയിൽ ഞാൻ 5 മണിയാകുമ്പോൾ നിന്ന് മുട്ടുമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുക. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രോഗ്രാമും എന്നാൽ എങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയുണ്ടാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ വിശാലമായ ദർശനത്തോടെ നമ്മുടെ ദേവാലയങ്ങളുമായി പ്രവർത്തനങ്ങളുമായി കൊണ്ടുപോകുന്നത് എല്ലാവരും സ്വീകരിപ്പിച്ച് ഒന്നിച്ചു പോകാനുള്ള നമ്മുടെ ചിന്തയാണ് ഉണ്ടാകുന്നത്. അവിടെ ഞാൻ പറയുന്നത്, ഒന്ന് പ്രാർത്ഥിക്കുക, മറ്റൊന്ന് എങ്ങനെയെല്ലാം ഈ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. നമ്മുടെ സമസിസ്റ്റങ്ങളായ പ്രിയപ്പെട്ടവരും നമ്മുടെ ആൻഷിമാരും അങ്കിളുമാരൊക്കെയും അവർക്ക് വലിയ ആഗ്രഹമുണ്ട് ഈ ദേശത്ത് സ്വന്തമായൊരു സഭ എന്നുള്ളത്. പക്ഷെ പലരും മാറ്റപ്പെട്ടു പോയി. പിൻതലമുറക്കാരെ നാം ഓരോരുത്തരും ദൈവസഭയിൽ വളരെ ആത്മാർത്ഥമായിട്ട് നിലവിളിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ ബോർവെൽ വെള്ളം കണ്ടപ്പോൾ ഒരാഞ്ഞിനെ വിളിച്ചു പറഞ്ഞു, നമുക്ക് പായസം വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ പറഞ്ഞു, പായസമായിട്ട് ഇന്ന് വന്നേക്കാൻ പറഞ്ഞു. ഇന്ന് പായസമായിട്ട് വന്നിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. വേറെ ആളുമല്ല, മോനിയാൻ്റിയോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതൊരു കൂട്ടായ്മയുടെ ഫെലോഷിപ്പിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. നമ്മുടെ ചർച്ച് കൺസെ സംബന്ധിച്ച് പറയട്ടെ, നാളെ കൊണ്ട് പ്ലിന്ത് കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ ആരോടും ഓഫർ ചോദിച്ചില്ല, മറ്റൊന്നുകൊണ്ടല്ല. ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛ ആദിബലമാണെങ്കിലും പള്ളിപണിയാണെങ്കിലും എല്ലാം ഞങ്ങളോടല്ല അച്ഛൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഹാർവസ്റ്റ് വരെ ഞാൻ ആളുകൾ ശല്യപ്പെടുത്തത്തില്ല. പിന്നെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ദൈവമക്കൾ ദൈവിക ആലോചനയുടെ ഭാഗമായിട്ട് നൽകുക. ഞാൻ ആരോടും ചോദിക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നത്. അതുപോലെ ഹാർവസ്റ്റ് വിജയിപ്പിക്കേണ്ട നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. അവിടെ എല്ലാവരും സഹകരിക്കുക. അതുകൊണ്ട് ഇതെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നാളുകളിൽ എല്ലാ പ്രവർത്തനങ്ങളിലും നവ്യമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ചർച്ചയിലുള്ള നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ്റ്റർ സെൻസൻ ഫിലിപ്പ് ചെറിയ, മാസ്റ്റർ ജോൺ അലക്സ്, മാസ്റ്റർ ഏബൽ ജോൺ, മിസ്സസ് ബ്ലസ്സി മറിയം പോൾ. വെഡിങ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ ഫിലിപ്പ് പി പി. പാട്ട് പാടുന്ന സമയത്ത് ബർത്ത്ഡേക്കുള്ള ആരെങ്കിലും കൊണ്ടുവരാം. വെഡിങ് ആനിവേഴ്സറിക്കും ചേർന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തര വിശ്രാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങൾ സമർപ്പിക്കുക. അവരെ ജനനം മുതൽ ഈ സമയം വരെയും അതിശയകരമായി ഭൂമിയുടെ ഉറപ്പിൽ സാക്ഷ്യമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതിനെ. കർത്താവേ, അവിടെ നിന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തിൽ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനും വിവേകം പ്രദാനം ചെയ്യണമേ. വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അനുഗ്രഹിക്കണമേ. കുടുംബസ്ഥരായ പ്രിയപ്പെട്ട അനുഗ്രഹിക്കണമേ.
കർത്താവ് ഇതോടൊപ്പം തന്നെ വിവാഹവാർഷികം ആഘോഷിക്കുന്നതായ വിലപ്പങ്കളിനെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഒരു കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അതിവ്യക്തമായ ശക്തിയിലേക്ക് സഹായിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. മറ്റ് വിവാഹവാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരും ദൈവം സമർപ്പിക്കട്ടെ. നിന്റെ മക്കളെയും കണ്ണുകളോട് ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളിൽ ദൈവത്തിൽ ആശ്രയം ജീവിപ്പാൻ അവിടെ ശക്തിയിലേക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന്, സർവ്വോപരി നന്മയുള്ള ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ കണ്ണയും താമസം കൂടുതൽ നിശ്ചയിക്കുമാറാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പൊന്നനാഥൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ CSI സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. നേരത്തെ നൽകുന്ന മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനൽ ഭാരവാഹികൾ, എല്ലാ ബിഷപ്പുമാരെയും അവരുടെ ശുശ്രൂഷകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മേഡക് ഡയസിൻ്റെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് ഡോക്ടർ S. സോമരാജ് തിരുമേനിയുടെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മധ്യകേരള മഹായിടവയ്ക്ക് ഒരു പുതിയ അധ്യക്ഷനെ ദൈവം അവിടെ നൽകിയതിനായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സ്നേഹവും ബഹുമാനമുള്ള സൗഖ്യചെറിയാൻ അച്ഛത്തെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വലിയ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുമ്പോൾ പ്രത്യേകിച്ച് നാളെ നടക്കുന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയിലൊക്കെ ദൈവികമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കാം. വരും കാലങ്ങളിൽ മധ്യകേരള മഹായോട് ചേർന്ന് നാം ആയിരിക്കുന്ന ദേശത്ത് സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ അവർ നമ്മെ ഓരോരുത്തരും ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. സ്ഥാനാരോഹണ ശുശ്രൂഷയിലൂടെ ഉന്നതമായ ശ്രേഷ്ഠമായ പദവി സ്വീകരിച്ച് ശുശ്രൂഷിക്കാവുന്ന സാവോച്ചൻ്റെ തുടർന്നുള്ള ശുശ്രൂഷകൾ മധ്യകേരള മഹായിടയ്ക്ക് മാത്രമല്ല മറ്റു മേഖലകളിലും അനുഗ്രഹപൂർണ്ണമായി ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ കുടുംബങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സമർപ്പിക്കാം. ചർച്ച് കമ്മിറ്റികളെയും ബിൽഡിംഗ് കമ്മിറ്റികളെയും അവരുടെ ശുശ്രൂഷകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ സൺഡേ സ്കൂളിനോർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായക സംഘത്തെ ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെ മാനിക്ക് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കാം. യൂത്ത് മൂവ്മെൻ്റെ പ്രവർത്തനങ്ങൾക്കായി എന്നോട് സ്തോത്രം ചെയ്യാം. ബോണസ് ഫെലോഷിപ്പിൻ്റെ ദൈവത്തെ സമർപ്പിക്കാം. ബോണസ് ഫെലോഷിപ്പായി നടത്തപ്പെടുന്ന ബൈബിൾ സ്റ്റഡിയൊക്കെയും അനുഗ്രഹമായി ചേരുവാൻ അവനെ ശക്തിയിലേക്ക് സഹായിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കാം.
രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കാം. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹോസ്പിറ്റലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് നല്ല വിധനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന രോഗസൗഖ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവ് ഈ നാളിൽ പ്രിയപ്പെട്ടവർ നൽകിയ സൗഖ്യത്തിനായി വിടുതലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ അങ്കിളുമാരെ ആൻഷിമാരെ ദൈവങ്ങളെ സമർപ്പിക്കാം. വാർദ്ധക്യസഹജമായ ക്ഷീണാവസ്ഥയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറു പൈതങ്ങളെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ബാലാരിഷ്ടയിൽ നിന്ന് പൈശാചിക ബന്ധനത്തിൽ രോഗബന്ധനത്തൊക്കെ വിടിയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്ത വൻകൃപയ്ക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അത്യധികമായി ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ഈ നാളിൽ സാമ്പത്തിക മുഖാന്തരങ്ങൾ ഒരുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയാൽ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും പൊന്നുനാഥൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർ, വിവാഹശുശ്രൂഷയിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവർ എല്ലാം ദൈവം സമർപ്പിക്കാം. കർത്താവെ, സഭയായി വിശ്വാസ സമൂഹമായി അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരി സഭകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അരുമനാഥനായ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. പാരനെ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ഉണർത്തിക്കോ വരാനല്ല ക്ഷണം തന്നിടണമേ. തുണാനിയെ വേറി ലറിഞ്ഞു നൽകണമേ. തുണാനിയെ വേറി ലറിഞ്ഞു നൽകണമേ. മൂന്നാമത്തെ ഇരുത്താൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ കനിയണമേ എന്ന് പ്രതിവാക്യവുമായി ഏറ്റുചൊല്ലാം. കർത്താവെ കനിയണമേ എന്ന് പ്രതിവാക്യവുമായി ഏറ്റുചൊല്ലാം. നീതിയിലും സമാധാനമായ ലോകസ്ഥിതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തിനും രാഷ്ട്രപതിക്കും മന്ത്രിമാർക്കും ഗവൺമെന്റിൽ സേവനം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടങ്ങളിലും പണിശാലകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഖനികളിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കായികമായി അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികളും ശാസ്ത്രജ്ഞന്മാർക്കും കലാകാരന്മാർക്കും കരകൗശല പ്രവർത്തനങ്ങളും ആദർശശീലം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും അനാഥർക്കും മർത്യർക്കും രോഗികൾക്കും മരണത്തോട് സമീപിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ
ജനത്തിന്റെ ഐക്യത്തിന് വേണ്ടിയും ലോകത്തിലവിടെ സേവനത്തിനും സൈക്യത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ, യുവനസിക്കും സിജനസിക്കും വൈദിക സെമിനാരികൾ, സുവിശേഷാസങ്ങൾ, ആശ്രമങ്ങൾ, സിസ്റ്റർഹുഡ് എന്നിവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭാ മെഡിറ്റേഷന്മാർക്ക് വേണ്ടി, മറ്റുള്ള സിസ്റ്റർക്ക് വേണ്ടിയും, ഞങ്ങളുടെ മോർക്ക് വേണ്ടിയും, ഉത്തരേന്ത്യ സഭയുടെ മോർക്ക് വേണ്ടിയും, മർത്തോമാ സഭയുടെ മെത്രോപൊളിത്തയ്ക്ക് വേണ്ടിയും, ഞങ്ങളുടെ ബിഷപ്പിന് വേണ്ടിയും, വിശേഷ നാളെ സാധാരണ ശുശ്രൂഷയിലൂടെ കർത്താവേ അവിടുന്ന് ഉന്നത പദവിയിലേക്ക് പ്രവേശിക്കുന്ന ഐസാവുക്ക് ചെറിയ അച്ഛന് വേണ്ടിയും അവരുടെ വിവിധ ശുശ്രൂഷകൾ വിശ്വസ്തരായിരിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ ഞങ്ങളെ തന്നെ അത്ഭുത പ്രകാശി വിളിച്ചുകൊണ്ട് നന്മയും ശക്തിയും ഘോഷിക്കുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച് മരിച്ചവരോടുകൂടെ നിന്റെ സന്നിധിയിൽ ഞങ്ങളും നിത്യാനന്ദം അനുഭവിക്കേണ്ടതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന് ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നുള്ള ഞങ്ങൾ അത്യന്തം നീ അറിയുന്നു. ഞങ്ങളെ യോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളെ മൂലം പല ആവശ്യങ്ങളും തിരുമ്പാതെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതയിൽ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിറവേർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങോടപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനും അപ്പം നിർശുശ്രൂഷയ്ക്കുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർക്കും വിശ്വസിക്കുന്നത് എത്ര ശുഭ എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ നാം വളരായ നമ്മുടെ ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സ്നേഹത്തിൻ്റെയും സമാധാനത്തെ അളമായ കൈശ്വര്യം നിന്നും സ്വീകരിക്കാം. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനം 278, ഹിൻ നമ്പർ 278.
നമുക്ക് നമ്മുടെ ദാനങ്ങളെയും നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയത്തിന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴി പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരവിരാ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമികളെല്ലാം നിനക്കുള്ളതല്ലോ. നിന്നെ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മൊത്തനായി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തിച്ചെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളെ ഉയർച്ചയെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലവും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തനായ ഞങ്ങൾ ചെയ്യുന്ന മുറിയുമാകുന്നു. നിന്റെ പുത്രൻ കർത്താവുമായ യേശു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം ആകാശം ഭൂമി അതിലുള്ള സകലത്തെ ഉണ്ടാക്കി മനുഷ്യനെ സദസ്സിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാവത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ അതിബലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവന്മാരോടും ധനദേവന്മാരോടും സകല സംഘത്തോടും കൂടെ ഞങ്ങളിപ്പോൾ ഇതിനെ സ്തുതിച്ചും സന്നിധിതമായ പരിശുദ്ധൻ പരിശുദ്ധൻ ആകാശഭൂമി നിമത്തോണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നത കർത്താവേ, നിനക്ക് മഹത്വം ചൊല്ലുകയും നിയമത്തെ പൂർത്തി മഹത്വപ്പെടുത്തുന്നു. കർത്താനാമത്തെ വന്നവനായിരിക്കും മഹത്വപ്പെടാനാവുന്നു. സ്വർഗസ്ഥാപിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തുള്ള അതിന്റെ സ്നേഹം കൊണ്ട് നിരേതനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ മനുഷ്യഭാവത്തെടുപ്പാനും ഞങ്ങൾ വീണ്ടെടുപ്പിനായ കൃഷ്ണനെ മറന്നിപ്പാൻ തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഒരുപാടായി ഏർപ്പെടുത്തിയതിനാൽ സർവ്വലോകത്തിന്റെ പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗം ഒരുപാടും പ്രതിഷ്ഠാതിയെ ദേഹിക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മതത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആദരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി
തലശന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിനു ശേഷം അപ്രകാരം തന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിമിത്തമുള്ള എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ മനത്തെയും കഷ്ടപ്പാടിനെയും അവന് മാത്രമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവന് നിങ്ങൾക്കായി സമ്പാദിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിരാശരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങൾ നിദാനങ്ങളായ അപ്പത്തെയും ഇങ്ങനെയും നിരക്ഷിതാത്മാവെല്ലാം ശുദ്ധീകരിക്കാൻ വിളിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വിവേചിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസനേക്കും പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മസ്യാന്തലയാകുന്ന അവങ്കിലേക്ക് സകലത്തിനും മുളകടന്ന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകലവുമായ മഹത്വം കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നിരാശിക്കപ്പെടണമേ. നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ മേശയിലേക്ക് കടന്നു വന്ന നാം ഓരോരുത്തരും നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിനയാനിതമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിലവിലമായ കണ്ണുകളില്ലാതെ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് നിരാശയിലേക്ക് ഞങ്ങൾ തുനിയുന്നില്ല. നാം നിൽക്കുന്നപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ.
അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം, സത്യാമന്തുള്ളിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസയുടെ വിശുദ്ധ മേശങ്കിലേക്ക് കടന്നു വരാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനത്തോടുകൂടി പെരുമാറട്ടെ. ജീവനൊപ്പം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം പെരുമാറട്ടെ.
ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ സാക്രമെന്ത് വിശ്വാസാൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രനും കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ നിന്റെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവൻ്റെ മഹാവിലേറിയ രക്തമാകുന്ന ആത്മീയാഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനം ചെയ്യാനെ കുറച്ച് വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിന്റെ വിലയില്ലാത്ത ഉപകാരങ്ങൾക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തതിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ശരീരങ്ങളെ ആത്മാക്കളെ ജീവനിശ്ചയാഗമായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതായത് നിങ്ങൾ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് അനുകൂലമാകാതെ നല്ലതും പൂർണ്ണമായ ദൈവത്തെ തിരിച്ചറിയേണ്ടതിന് മനസ്സ് തിരുവാതിരപ്പെട്ട് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ഒടുവിൽ സ്വർഗ്ഗരാജ്യത്തിൽ വിശുദ്ധമാരോട് സന്തോഷിക്കേണ്ടതിന് കൃപ നൽകണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോട് പരിശുദ്ധാത്മാവിനും കൂടെ എന്നേക്ക് ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. സകലാബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും ഭർത്താവുമായ യേശുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളെ മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കൺസ്ട്രക്ഷനെ ഓർത്ത് അല്പസമയം പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുകയാണ്. ഈ സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെടിഞ്ഞ് നമ്മുടെ ദേവാലയ നിർമ്മാണം മാത്രമായിട്ടുള്ള ചിന്തയുണ്ടാകണം. മിനോ പ്രാർത്ഥിച്ചു, കഴിഞ്ഞ ഹനുമാൻ ജോണാൻറ്റി പ്രാർത്ഥിച്ചു, ഇന്ന് കോശി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. വരും സമയങ്ങളിൽ വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ മുന്നോട്ട് കടന്നു വരണം. കാരണം ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്കായി വളരെ റിക്വസ്റ്റ് ചെയ്തെങ്കിൽ ആർക്കും സമയം കിട്ടുന്നില്ല. ഈ സമയത്ത് ഇവിടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് നമ്മുടെ സഭാവിശ്വാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവരും ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കണമെന്നോടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കോശിയെ ക്ഷണിച്ചുകൊള്ളുന്നു.
411 ഗീതം എൻ്റെ 1-5-7 ചരണങ്ങളുണ്ട് പാട്ട്. എന്നാൽ അവന് ആരെയും പണിവാൻ പ്രാപ്തിയുള്ളവനാണ്. സ്വർഗത്തിലും സ്വർഗത്തിലും അവൻ അടങ്ങിയല്ലോ. അങ്ങനെയിരിക്കെ അവന്റെ സന്ധിയിൽ ധൂപം കാട്ടുവാനല്ലാതെ അവനൊരു ആലയം പണിയേണ്ടതിന് ഞാനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് ആലയത്തിൽ ഈ സമയത്ത് നിങ്ങൾ കൂടി വരുവാൻ തന്നിരിക്കുന്ന വലിയ സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഞങ്ങൾ വായിച്ച ഈ വാക്യത്തിലൂടെ ശലോമോൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈ ആലയം പണിയാനുള്ള പ്രാപ്തിയില്ലാത്ത ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെക്കാളും സർവശക്തനായ ദൈവത്താൽ മാത്രമേ ഈ ആലയം ഞങ്ങളുടെ പള്ളിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ സാധിക്കുള്ളതെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങളുടെ ബലഹീനതയെ, ഞങ്ങളുടെ പരിമിതികളെ, ഞങ്ങളുടെ പ്രാപ്തിയില്ലായ്മയെ ശലോമോൻ പറഞ്ഞതുപോലെ ഞങ്ങളെ പറയുന്നു. സർവശക്തനായ ദൈവത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിനെ എഴുതിയ അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും എഴുതുവാൻ ആർക്കും കഴിയില്ല. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് ഞങ്ങളുടെ ആലയത്തിന് പണിയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കുറവുകളും തെറ്റുകുറ്റങ്ങളുമൊക്കെ ഉള്ളവരാണെന്ന് പറയുകയും ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് കർത്താവെ ഒരു ആലയം പണിയാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി തന്നു. അത് യേശുക്രിസ്തുവിൽ അടിസ്ഥാനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിലുള്ള അടിസ്ഥാനമില്ലാത്ത ഏത് പ്രവൃത്തി അത് മറ്റൊന്നിനും പകരം വയ്ക്കില്ലെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഞാൻ ദൈവാലയത്തെക്കാൾ വലിയവനിവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവനാഥാവേ, ഞങ്ങൾ പണിയുന്ന ആലയം, അതിൽ വസിക്കുന്ന ദൈവം അതിനേക്കാളും സർവശക്തനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഞങ്ങൾ കർത്താവെ ആലോചനകൾ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ ഘട്ടഘട്ടമായി ചെയ്യുന്ന ഓരോ ചിന്തകൾ എല്ലാം കർത്താവെ ദൈവത്തിന് മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ കർത്താവെ വളരെ ചെറിയ കാര്യമാണെന്ന് മനസ്സിലാക്കും. ഈ ആലയത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അതിൻ്റെ ഓരോ ഘട്ടങ്ങളെ തിരുസന്ധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായി ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും പ്രതിസന്ധികളും ഈ ആലയത്തിൻ്റെ പണിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായ തിരുസന്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഈ ആലയത്തിന്റെ പണിയിപ്പോൾ വെളിപ്പെടുവാൻ തക്കമാണ്. ദൈവമേ, അതിന് മുഖാന്തരം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ആലയം പണിതു വരുന്ന സ്ഥലം കർത്താവെ അനേകർക്ക് കർത്താവ് ദൈവത്തിന്റെ മഹത്വം കാണുവാനുള്ള, ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനുള്ള സാഹചര്യമായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് കർത്താവെ മുഖാന്തരമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ഒരുമിച്ച് അതിനുവേണ്ടി ഒരുമയോടെ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കർത്താവെ തിരുസന്ധിയിൽ ഒരുമിച്ച് കടന്നു വരികയാണ്. കർത്താവെ, ഈ സമയത്ത് ഈ ആലയത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഓരോ കാര്യങ്ങളെ ഓർത്ത് തിരുസന്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ തുടക്കം പോലെ കർത്താവെ ഈ കർത്താവെ ആഗ്രഹത്തിന് വർഷങ്ങളായിട്ട് കർത്താവെ ഇതിനുവേണ്ടി ആഗ്രഹിച്ച് ഞങ്ങളുടെ എല്ലാ സഭാജനങ്ങളെയോ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സേവനം ചെയ്ത എല്ലാ വൈദിക ശ്രേഷ്ഠരെയോ പ്രാർത്ഥിക്കുന്നു. പലരുടെയും കർത്താവെ ശ്രമത്തിന്റെ ഫലമായിട്ടും കഷ്ടപ്പാടിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായിട്ടും ചിന്തകളുടെയും ഓരോ കർത്താവെ ഓരോ പ്രയത്നവും കർത്താവെ ഇതിന് കർത്താവെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവെ അവിടുന്ന് സഫലീകരിക്കുവാൻ ശക്തനായ ദൈവമാണെന്ന് മനസ്സിലാക്കുന്നു. ദൈവകർത്താവെ, ഈ സമയത്ത് കർത്താവെ കഴിഞ്ഞ നവംബറിൽ ആരംഭിച്ച ആലയത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് തിരുസന്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ കർത്താവെ തുടക്കം പോലെ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിന്റെ പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല. കർത്താവെ, ആ സമയത്ത് അവിടുന്ന് ഓരോ അവസരങ്ങളെയും മുഖാന്തരങ്ങളെയും ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോട് സ്വാഗതം ചെയ്യും. ഈ സമയം കർത്താവെ ഈ ആലയത്തിന്റെ പ്രവർത്തനത്തിനായിട്ട് കർത്താവ് നേതൃത്വം നൽകിയിരുന്ന അച്ഛനെ കുടുംബത്തെയും തിരുസന്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകർത്താവെ, ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും തക്കതായ നേതൃത്വം നൽകുവാനും അച്ഛന്റെ പ്രവർത്തനങ്ങളെ പ്രയത്നങ്ങളെ എല്ലാം കർത്താവെ അവിടുന്ന് സഫലീകരിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ശരിയായ നേതൃത്വം നൽകുവാനും സഭാജനങ്ങൾ കർത്താവെ ഒരു മാർഗനിർദ്ദേശവും അതുപോലെ തന്നെ അതിന് പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ മറ്റ് എല്ലാ കർത്താവെ വ്യക്തികളെ കർത്താവെ ഒരുമിച്ച് കൊണ്ടുപോകാനും ശരിയായ നിർദ്ദേശങ്ങൾ നൽകുവാനും അച്ഛന് സാധിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ കുറിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ സമർപ്പിക്കുന്നു. ഇതിനെ കർത്താവെ മുന്നോട്ട് വളരെയധികം ഘടകങ്ങളുണ്ട്. കർത്താവെ ഒരു പ്രതിസന്ധികളിൽ നിന്ന് കർത്താവെ തളർന്നു പോകാതെ ശരിയായ രീതിയിൽ അതിനെ നയിക്കുവാനുള്ള കഴിവിനെ സാഹചര്യങ്ങളെ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകർത്താവെ, ഈ സമയത്ത് ഈ ആലയത്തിന്റെ പ്രവർത്തനത്തിനായിട്ട് പല രീതിയിൽ പ്രവർത്തിക്കുന്ന കർത്താവെ ബിൽഡിംഗ് കമ്മിറ്റിയങ്ങൾ, ചർച്ച് കമ്മിറ്റിയങ്ങൾ, സഭാജനങ്ങളെ എല്ലാവരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ സഭയിലും അല്ലാതെ ഞങ്ങളെ സഹായിക്കുകയും സ്നേഹിക്കുകയും ഈ ആലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കർത്താവെ ഞങ്ങളെ പല രീതിയിൽ കർത്താവെ ഞങ്ങൾക്ക് വേണ്ട ധൈര്യം തരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ സന്ധിയിൽ കർത്താവെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ മാനിക്കണം. ഞങ്ങളുടെ പ്രകാരമല്ല, അവിടുത്തെ ദൈവം കർത്താവെ ഈ ആലയത്തിന്റെ പ്രവർത്തനത്തിൽ നിറവേറാൻ തക്കണം ദൈവം അവിടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവെ ആ സ്ഥലത്ത് കർത്താവെ കൺസ്ട്രക്ഷൻ ചെയ്യുവാനായിട്ട് സെലക്ട് ചെയ്ത കൺസ്ട്രക്ഷൻ പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന എഞ്ചിനീയറിംഗ് കോൺട്രാക്ടറിനെ അവരുടെ ടീമംഗങ്ങളെ എല്ലാവരും കാര്യങ്ങൾ സമർപ്പിക്കുന്നു. അവരെ ഓരോ ദിവസവും കർത്താവെ അവിടെ ആ സൈറ്റിൽ നടക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തനത്തിലായിരിക്കുന്ന എല്ലാ ടീമംഗങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ ആരോഗ്യത്തിനായിട്ടും എല്ലാ കൃപകൾക്കായിട്ടും ആത്മാർത്ഥതയോടെ കർത്താവെ സമയബന്ധിതമായി അത് ചെയ്യുവാനുള്ള എല്ലാ കൃപകളും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങളെ മറ്റ് സാഹചര്യങ്ങളെ കർത്താവെ ലൊക്കേഷന്റെ എല്ലാ സാഹചര്യങ്ങളെ എല്ലാം അവിടുന്ന് അനുകൂലമാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകർത്താവെ അവരുടെ പ്രയത്നങ്ങളെ ശരിയായ ഫലപ്രാപ്തം തക്കണം ദൈവം അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകർത്താവെ ഈ സമയത്ത്
ഏറ്റവും വേഗത കർത്താവെ എൻ്റെ പണി കർത്താവെ മുന്നോട്ട് പോകുവാൻ നടക്കുന്ന പണി ഏറ്റവും നല്ല രീതിയിൽ നടക്കുവാൻ അവിടുന്ന് അതിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളാൽ കർത്താവെ ഞങ്ങളെ മാനുഷികമായി ചിന്തിക്കുന്നതല്ല, അതിലുപരി ദൈവം കർത്താവെ കാണിച്ചിരുന്ന വഴിയോടെ മുന്നോട്ട് പോകാൻ സഹായിക്കണം. ഈ സമയത്ത് കർത്താവെ ഈ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഓരോ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആവശ്യമായ അപ്പോസിനും മറ്റും കർത്താവെ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സമയ ലീഡേഴ്സുകളിലുള്ള എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല മനസ്സുകൾക്കായിട്ട് അവിടുത്തെ എല്ലാ കർത്താവെ എല്ലാ കുടുംബങ്ങൾക്കായിട്ട് ധാരാളമായ കർത്താവെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ ആലയത്തിന്റെ പൂർത്തീകരണം കർത്താവെ ആ പ്രദേശത്തിന് പ്രത്യേകിച്ച് ഹൈദരാബാദ് കർത്താവെ സ്ഥലത്ത് ഞങ്ങളുടെ കർത്താവെ സാക്ഷ്യമായി തീരുവാനുള്ള മുഖാന്തരമായി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകർത്താവെ ഈ ഒരു ദിനത്തിൽ കർത്താവെ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയാവും തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ കർത്താവെ തരണം ചെയ്യുവാനുള്ള കൃപയാവും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ആരെങ്കിലും കർത്താവെ ഏതെങ്കിലും രീതിയിൽ കർത്താവെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ശത്രുതയോ കർത്താവെ ഉണ്ടാകുവാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് മുന്നമേ മനസ്സിലാക്കുവാനും അതിനെ കർത്താവെ ശരിയാവുന്ന കർത്താവെ നേരിടുവാനുള്ള കൃപയാവും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അസാധ്യമായിട്ടുള്ള ശത്രുക്കളുടെ കർത്താവെ ചിന്തകളുടെ കർത്താവെ അവിടുന്ന് ഏർപ്പെടാതെ അവിടെ കർത്താവെ ദൈവത്തിന്റെ ആലയം അനേക മഹത്വത്തിനായിട്ട് നന്മയ്ക്കായിട്ട് മുഖം തരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് കർത്താവെ ഇതിന്റെ സാമ്പത്തികമായ ആവശ്യങ്ങളെ പ്രതിസന്ധിയിൽ സമർപ്പിക്കുന്നു. ഇത്രത്തോളം കർത്താവെ വഴികളെ തുറന്നതിനായിട്ട് മുന്നോട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം കർത്താവെ ലഭിച്ച എല്ലാ സഹകരണങ്ങൾക്കും എല്ലാ കർത്താവെ വാഗ്ദാനങ്ങൾക്കുമായിട്ട് പ്രതിസന്ധിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകർത്താവെ തുറന്ന് കർത്താവെ ഒരൊറ്റ പൂർത്തീകരിക്കാനുള്ള ആവശ്യമായ ഫണ്ടുകളൊക്കെ കണ്ടെത്തുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള സാഹചര്യം കർത്താവെ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാൽ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ദൈവമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പുസ്തകത്തിലെ 2-ാം ഭാഗത്തിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്നു. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേൽപ്പണി എന്ന വാക്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം അവിടുത്തെ കൂടിയാൽ അവിടുത്തെ സഹായത്താൽ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമെന്ന് ഞങ്ങൾ സന്ധിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതിനുള്ള എല്ലാ കുറവുകളെയും ദൈവം ധാരാളമായി ഞങ്ങൾ തരണമേ പ്രാർത്ഥിക്കും. യേശു ക്രിസ്തു തന്നെ പ്രധാന പോലെയായി അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ തിരുസഭയിൽ വന്നിരിക്കുന്ന സർവശക്തനായ ദൈവം ഞങ്ങളുടെ പ്രത്യേകമായ ആത്മാവിന്റെ ഐക്യതയിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടു നിനക്കിഷ്ടമുള്ള ആലയമായി തീരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. കീർത്തനം 74, ഹിൻ നമ്പർ 74.
ആരെയും യൂണിവേഴ്സിറ്റിയിൽ പ്രാപിച്ചെടുത്ത് പ്രാർത്ഥിക്കുന്ന അതിനെ അവരുടെ മാംസത്തിലേക്ക് പശുപ്പാൽ പ്രാപിച്ചുവാൻ നൽകിയല്ലോ. കർത്താവേ, ഞങ്ങളുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിങ്ങളുടെ ഭവനിലേക്ക് മടങ്ങിപ്പോകുന്നു. അടുത്ത ആഴ്ച കൂടുതലോട് തിരുക്കുകൾ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് യേശുവിന്റെ പ്രധാന നാമത്തിൽ ഉപയുടെ ലോകമാറണമേ. കർത്താവ് നിങ്ങളോട് ഇരിക്കട്ടെ. നമുക്ക് സമാധാനം